അച്ഛാ, ഞാൻ ഇപ്പം ഇറാനും ഇസ്രായേലൊക്കെ യുദ്ധം നടക്കുകയാണല്ലോ. അപ്പം എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി വായിച്ചപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാ ഈ യുറാനിയം എൻറിച്ച്മെന്റ് എന്തോ യുറാനിയം അതാ പ്രശ്നം എന്നൊക്കെ. പക്ഷെ യുറാനിയം എൻറിച്ച്മെന്റ്, പക്ഷെ എനിക്കത് വായിച്ചിട്ട് അതിനെപ്പറ്റി ആ യുറാനിയം എൻറിച്ച്മെന്റ് എനിക്ക് ക്ലിയർ ആയില്ല ശരിക്കും എന്താന്നുള്ള. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളുടെ ഇതുവരെ പഠിച്ചില്ലേ? ഇത് നിങ്ങളുടെ ഇതിൽ വന്നില്ലേ? ഇല്ല, ന്യൂക്ലിയർ ഫിസിക്സ് ഈ സെമ്മിലെ ഇപ്പം ഫൈനൽ ഇയറിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, പറയാം. ശരി. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചില പദങ്ങളാണിത്. യുറേനിയം സമ്പുഷ്ടീകരണം അഥവാ എൻറിച്ച്മെൻറ്റ്. ഇറാൻ 60% എൻറിച്ച് ചെയ്തു. എന്താണ് ഇത്രയും ചെയ്യുന്നത്? ഇനിയും എൻറിച്ച് ചെയ്താൽ അത് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സഹായിക്കില്ലേ? ഇങ്ങനെ പോകുന്നു വാർത്തകൾ. എന്നാൽ നമുക്കിന്ന് യുറേനിയം സമ്പുഷ്ടീകരണം അഥവാ എൻറിച്ച്മെൻറ്റിനെ കുറിച്ച് തന്നെ സംസാരിച്ചാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അണുബോംബ്, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ നമ്മൾ പല പ്രാവശ്യം വിശദമായി ചർച്ച ചെയ്തതാണ്. ഭാരമുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അത് ഭാരം കുറഞ്ഞ 2 ന്യൂക്ലിയസുകളായി മാറും. കുറച്ച് മാസ് ഊർജമായി പുറത്തു വരും. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷനായി വലിയൊരു സ്ഫോടനത്തിൽ കലാശിക്കുന്നതാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ഇതിൽ ന്യൂക്ലിയസിനെ പിളർക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിച്ച് ഈ ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ തുടർച്ചയായി ഊർജമുണ്ടാക്കുന്ന ഇടമാണ് ന്യൂക്ലിയർ റിയാക്ടർ. റിയാക്ടറുകളിലും ബോംബുകളിലും ഉപയോഗിക്കുന്നത് ഒരേ ഇന്ധനം തന്നെയാണ്, യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം. അതെന്താ അങ്ങനെ? വേറെയൊന്നും പറ്റില്ലേ? എല്ലാ മൂലകങ്ങളുടെയും അടിസ്ഥാനം ഇപ്പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ തന്നെയല്ലേ? ശരിയാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസിൽ ഉള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം വളരെ കൂടുതലാണ്. ആ ന്യൂക്ലിയസുകൾ പൊതുവെ അൺസ്റ്റേബിളാണ്. അതുമല്ല, ന്യൂക്ലിയസിനുള്ളിൽ വീക്ക് ഇൻ്ററാക്ഷൻ എന്ന ഒരു അടിസ്ഥാന ബലമുണ്ട്. 4 അടിസ്ഥാന ബലങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്: ഗുരുത്വാകർഷണം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെ ചേർത്ത് നിർത്തുന്ന സ്ട്രോങ് ഇൻ്ററാക്ഷൻ എന്നിവയാണ് മറ്റു 3. ന്യൂക്ലിയസിനുള്ളിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്ന ഫോഴ്സാണ് വീക്ക് ഇൻ്ററാക്ഷൻ. സ്ട്രോങ് ഇൻ്ററാക്ഷനെ അപേക്ഷിച്ച് വളരെ കുറവായതുകൊണ്ടാണ് ഇതിനെ വീക്ക് ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. പേര് വീക്കാണെങ്കിലും ഇവൻ അത്ര വീക്കല്ല. റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ദുർബലനാണ്. അങ്ങനെ ഉയർന്ന എണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉയർന്ന തോതിൽ വീക്ക് ഇൻ്ററാക്ഷനും ഉള്ള ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളിൽ നിന്നും ചില വികിരണങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും, റേഡിയേഷൻസ്. വീക്ക് ഇൻ്ററാക്ഷൻ കാരണം ന്യൂട്രോണുകൾ പിളർന്ന് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമായി അതിലെ ഇലക്ട്രോണുകൾ ബീറ്റ പാർട്ടിക്കിളായി പുറത്തു വരുന്നതാണ് ഒന്ന്. അതുപോലെ ആൽഫ, ഗാമ എന്നീ റേഡിയേഷനുകളും പുറത്തു വരുന്നുണ്ട്. ഉള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണം മാറുമ്പോൾ അത് മറ്റൊരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസായി മാറും. അങ്ങനെ യഥാർത്ഥ മൂലകം മറ്റൊരു മൂലകമായി മാറും. ഇതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളെയാണ് ന്യൂക്ലിയർ ഫിഷന് ഉപയോഗിക്കുന്നത്. യുറേനിയം 235, യുറേനിയം 239. ഈ 235, 239 എന്നൊക്കെ പറഞ്ഞാൽ ഇവയുടെ മാസ് നമ്പറാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവയുടെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഒരുമിച്ചുള്ള എണ്ണം. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, അതായത് അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അതിലുള്ള പ്രോട്ടോണുകളുടെ മാത്രം എണ്ണം.
മാസ് നമ്പർ എന്നാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണെന്ന് പറഞ്ഞല്ലോ. പ്രോട്ടോണുകളുടെ എണ്ണം ഒരേപോലെ നിർത്തി ന്യൂട്രോണുകളുടെ എണ്ണം മാത്രം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ മൂലകത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം നിലനിർത്തി തന്നെ വേറെ സവിശേഷതകളുള്ള ഒരു വകഭേദമായി മാറുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ലളിതമായിട്ട് പറയാം, ഒരു ഉദാഹരണമാണ്. ഇപ്പം പലതരത്തിലുള്ള അരി നമ്മൾ വാങ്ങാറില്ലേ? പച്ചരി, പുഴുങ്ങലരി, മട്ടയരി, ബസുമതി അരി, എല്ലാം വ്യത്യസ്തമായ അരികളാണ്. പക്ഷേ അരി എന്ന അടിസ്ഥാന സ്വഭാവം അവിടെ തന്നെ ഉണ്ടല്ലോ. അതായത് അരി എന്ന അടിസ്ഥാന സ്വഭാവം ഉള്ളപ്പോൾ തന്നെ വിവിധ ഗുണങ്ങളുള്ളവ. അതുപോലെ മൂലകങ്ങളിലും അടിസ്ഥാന സ്വഭാവം നിലനിർത്തി ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തുമ്പോൾ ഒരേ മൂലകത്തിൻ്റെ വിവിധ വകഭേദങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഐസോട്ടോപ്പുകളിലും ഉള്ള പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ അറ്റോമിക് നമ്പർ ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ മാസ് നമ്പർ വ്യത്യസ്തവുമായിരിക്കും. അതായത് അവിടെ ന്യൂട്രോണുകളുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ടാകും, എന്നാൽ പ്രോട്ടോണുകളുടെ എണ്ണം ഒരേപോലെ നിൽക്കുകയും ചെയ്യും. പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന യുറേനിയത്തിൻ്റെ 99.3% യുറേനിയം 238 എന്ന ഐസോട്ടോപ്പാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ 92 പ്രോട്ടോണുകളും 146 ന്യൂട്രോണുകളും ആണുള്ളത്. അതിൽ ബാക്കി 0.7% യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ്. അതിൻ്റെ ന്യൂക്ലിയസിൽ 92 പ്രോട്ടോണുകളും 143 ന്യൂട്രോണുകളുമാണുള്ളത്. ഈ യുറേനിയം 235 എന്ന ഐസോട്ടോപ്പിനെ മാത്രമേ ഫിഷന് വിധേയമാക്കാൻ കഴിയുകയുള്ളൂ, അഥവാ ന്യൂട്രോൺ ഉപയോഗിച്ച് പിളർക്കാൻ കഴിയുകയുള്ളൂ. ഈ ചെറിയ ഭാഗം യുറേനിയം 235 വേർതിരിച്ച് കൂട്ടി വെച്ച് ഒരു ആവശ്യമായ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് യുറേനിയം സമ്പുഷ്ടീകരണം അഥവാ യുറേനിയം എൻറിച്ച്മെൻറ്റ്. നോക്കൂ, 1 ടൺ നാച്ചുറൽ യുറേനിയം കിട്ടിയാൽ അതിൽ കേവലം 7 ഗ്രാം മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലേക്ക് 3 മുതൽ 7% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മതിയാകും. എന്ന് വെച്ചാൽ 1 ടൺ നാച്ചുറൽ യുറേനിയം 238-ൽ 30 മുതൽ 70 ഗ്രാം വരെ എത്തിക്കുന്ന അവസ്ഥ. ഇത് വലിയ പ്രോസസ്സാണ്. എന്നാൽ ഒരു ആയുധത്തിലേക്ക്, ഒരു ബോംബിലേക്ക് വേണ്ടത് 90% മുകളിൽ എൻറിച്ച് ചെയ്ത യുറേനിയം ആണ്. ഇതാണ് വെപ്പണൈസ്ഡ് യുറേനിയം. ഈ ലെവലിലേക്ക് യുറേനിയത്തിനെ സമ്പുഷ്ടീകരിക്കാനുള്ള ടെക്നോളജി വളരെ ക്രിട്ടിക്കലാണ്, വളരെ കോംപ്ലിക്കേറ്റഡുമാണ്. ഭാരതമടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ളൂ. യുറേനിയം എൻറിച്ച്മെൻറ്റിന് പല മാർഗങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും ഫലപ്രദമായ മാർഗം സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ചുള്ളതാണ്. സെൻട്രിഫ്യൂജ് നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണ്. തൈര് കടയുന്നത് കണ്ടിട്ടില്ലേ? ഉറയൊഴിച്ച പാല് ശക്തമായി മത്തിട്ട് കറക്കുമ്പോൾ തൈരും വെണ്ണയുമൊക്കെ വേർതിരിഞ്ഞ് വരുന്നത് കണ്ടിട്ടില്ലേ? ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും സിറം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതും സെൻട്രിഫ്യൂജ് തന്നെയാണ്. സാമ്പിളുകൾ ടെസ്റ്റ് ട്യൂബിലാക്കി സെൻട്രിഫ്യൂജിൽ വെച്ച് കറക്കുമ്പോൾ ഭാരമുള്ള രക്തകണങ്ങൾ താഴേക്കടിയുകയും മുകളിൽ സിറം മാത്രം വേർതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അതായത് വിവിധ ഭാരമുള്ള പാർട്ടിക്കിളുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിദ്യയാണ് ഈ സെൻട്രിഫ്യൂജിങ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയം ഓർ അഥവാ യുറേനിയത്തിൻ്റെ അയിര് യുറേനിയം ഓക്സൈഡ് എന്ന രൂപത്തിലാണ്. ഇതിനെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എന്ന ഗ്യാസാക്കി മാറ്റും. ഈ ഗ്യാസിനെ പ്രത്യേക സെൻട്രിഫ്യൂജിലേക്ക് കടത്തി അതിശക്തമായി കറക്കുമ്പോൾ ഭാരം കൂടിയ യുറേനിയം 238 പുറത്തേക്കും ഭാരം കുറഞ്ഞ യുറേനിയം 235 ഉൾഭാഗത്തുമായി വേർതിരിച്ച് ശേഖരിക്കപ്പെടും. അറിയാമല്ലോ, യുറേനിയം 238-ലാണ് ന്യൂട്രോണുകളുടെ എണ്ണം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഭാരം കൂടുതലായിരിക്കും.
ഇതുപോലെ അനേകം സെൻട്രിഫ്യൂജുകൾ നിരയായി കണക്ട് ചെയ്ത് ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ യുറേനിയം 238ഉം യുറേനിയം 235ഉം വേറെ വേറെ ശേഖരിക്കപ്പെടും. 90% മുകളിൽ എൻറിച്ച്മെൻ്റ് ആവശ്യമാണെങ്കിൽ, അതായത് വെപ്പണൈസ്ഡ് യുറേനിയം ലഭിക്കണമെങ്കിൽ 100 കണക്കിനോ 1000 കണക്കിനോ സെൻട്രിഫ്യൂജുകൾ ഇതുപോലെ സീരീസായിട്ട് കണക്ട് ചെയ്ത് ഒരേപോലെ പ്രവർത്തിക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ തരിയും ശേഖരിച്ചാണ് നമുക്കാവശ്യമായ യുറേനിയം 235 സമ്പാദിക്കുന്നത്. നോക്കൂ, ഹിരോഷിമയിൽ പൊട്ടിയ ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ ഉണ്ടായിരുന്നത് 64 കിലോഗ്രാം മേൽ പറഞ്ഞതുപോലെയുള്ള എൻറിച്ച്ഡ് യുറേനിയം ആയിരുന്നു. ഇപ്പറഞ്ഞ 1 കിലോ എൻറിച്ച്ഡ് യുറേനിയം ലഭിക്കണമെങ്കിൽ 14,000 കിലോ നാച്ചുറൽ യുറേനിയം വേണം. അപ്പോൾ 64 കിലോഗ്രാം ലഭിക്കണമെങ്കിലോ ഏകദേശം 800 ടൺ നാച്ചുറൽ യുറേനിയം സംസ്കരിച്ചാലേ ഒരു ചെറിയ ബോംബിനുള്ളത് ലഭിക്കുകയുള്ളൂ. 1945 ഹിരോഷിമയിൽ വീണത് താരതമ്യേന ചെറിയ ബോംബാണ്. യുറേനിയം പ്രകൃതിയിൽ വളരെ അപൂർവമായുള്ള ഒരു മൂലകമാണ്. കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ യുറേനിയം നിക്ഷേപമുള്ളൂ, യുറേനിയം ഖനനമുള്ളൂ. അപ്പോൾ തന്നെ അതെത്രമാത്രം അമൂല്യമായ ഒരു മൂലകമാണ് എന്ന് മനസ്സിലായില്ലേ? അതായത് സുഹൃത്തുക്കളെ, ആണവ ഊർജം, ആണവ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ അതത്ര ചെറിയ കളിയല്ല. സംഗതി കുറച്ച് ഗഹനമായ സബ്ജക്റ്റാണ്. കഴിയുന്നത്ര ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നെനിക്കറിയില്ല. എന്തായാലും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.